മോളെ, നന്ദന്റെ കാര്യം വലിയ കഷ്ടായല്ലോ. എനിക്കിപ്പോ നന്ദനോട് ദേഷ്യമാണോ, സഹതാപാണോ, സങ്കടാണോ, എന്താ തോന്നുന്നെന്ന് എനിക്കറിയില്ല ആന്റി. നന്ദു കാണിച്ചു കൂട്ടിയതൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരുന്നു. ഇസബെല്ലയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ അടുപ്പം പോലും ഒരു കൊലപാതകയാണെന്ന് കുറ്റബോധം മറയ്ക്കാനായിരിക്കണം. നന്ദുവിന്റെ മാനസികമായ പ്രശ്നങ്ങളിലൊക്കെ കെവിൻ താങ്ങും തണലുമായി കൂടെ നിന്നത് നന്നായിന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നേ. എന്നോട് അകൽച്ച കാണിച്ചതും മദ്യവെച്ച് പ്രശ്നം ഉണ്ടാക്കിയതും ഋഷിയുടെ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞതും എല്ലാം ഒരു കൊലപാതകയാണെന്നുള്ള പേടി കൊണ്ടാവണം. നന്ദനെ ഇനി എങ്ങനെ തിരിച്ചു കൊണ്ടുവരും മോളെ? ഞാനിപ്പോ നന്ദുവിന്റെ ഭാര്യ മാത്രല്ല, ഈ നാടിന്റെ MLA കൂടിയാ. അറിയാതെ തെറ്റ് ചെയ്തു, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പെട്ടുപോയി. അതൊന്നും ന്യായീകരണങ്ങളല്ല. അങ്ങനെയുള്ള രക്ഷപ്പെടലുകൾക്ക് കൂട്ടു നിൽക്കാനും പറ്റില്ല. എന്റെ ഭർത്താവാണെന്നുള്ളത് എന്റെ മാത്രം കാര്യ. വ്യക്തിപരമായി നന്ദു എല്ലാരെയും പോലെ ഒരാളല്ലേ ആന്റി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ കുറ്റം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ അതിനുള്ള ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. ഇനി ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാ തീരുമാനം? പ്രത്യേകിച്ച് എന്ത് തീരുമാനം ആന്റി? തെറ്റ് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം. MLAയുടെ ഭർത്താവായാലും MLA ആയാലും അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അതിലേക്കുള്ള തീരുമാനങ്ങളിലേക്കാ ഞാനിനി പോകുന്നേ. ഒരുപാട് കുരുക്കുകൾക്ക് നടുവിലാ ഈ കേസ്. ചുരുളുകൾ അഴിഞ്ഞഴിഞ്ഞു വരുമ്പോഴേ പിന്നിലുള്ള മുഴുവൻ പേരുടെയും ചിത്രങ്ങൾ കിട്ടൂ. നന്ദൻ കൊലപാതകയാണെന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോ കേരളം മുഴുവൻ കോളിളക്കം ഉണ്ടാകും. MLAയുടെ ഭർത്താവ്, മോൾക്കെതിരെയും ആരോപണങ്ങൾ വരും. വരട്ടെ ആന്റി. ഞാനിപ്പോ പ്രതിസന്ധികളൊക്കെ വെല്ലുവിളികളായിട്ടാ കാണുന്നേ. പണ്ടത്തെ പോലെ പേടിച്ചു നിൽക്കില്ല. പിന്നെ രാജിവെച്ച് പോവാനും പോകുന്നില്ല. മുഖ്യമന്ത്രി എന്നെ മാറ്റുകയാണെങ്കിൽ മാറ്റിക്കോട്ടെ, അല്ലാതെ പേടിച്ച് ഞാൻ ഇട്ടെറിഞ്ഞിട്ട് പോവില്ല. സത്യം പറഞ്ഞ എപ്പോഴാ എനിക്ക് സന്തോഷമായത്. നീ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നതിലായിരുന്നു എന്റെ പേടി. എന്തായാലും ഇത്രയും വലിയൊരു പ്രശ്നത്തെ ധൈര്യത്തോടെ നേരിടാൻ പാകപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഉപദേശിക്കാനൊന്നുമില്ല. മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോ.